നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇന്നും ഉണ്ടോ നമുക്കിടയിലെ ബൗണ്ടറി? ഉണ്ട്. നമ്മുടെ രണ്ടാം കല്യാണം കഴിയുന്നത് വരെ ഈ അതിർത്തി ഉണ്ടാവൂ. ഈ ബൗണ്ടറിയെ അതിക്രമിച്ചു കിടന്നാലോ? അപ്പൊ തന്നെ ഫയർ ചെയ്യും. ഞാൻ ഇന്ത്യ, നീ പാകിസ്ഥാൻ അല്ലേ? അല്ല, ഞാൻ ഇന്ത്യയും ഗൗതം പാകിസ്ഥാനും. നടക്കില്ല. എന്റെ ഇന്ത്യ ഞാൻ ആർക്കും വിട്ടു തരില്ല. എന്റെ ഇന്ത്യ ഞാനും വിട്ടുതരില്ല. എങ്കിൽ നമ്മൾ രണ്ടുപേരും ഇന്ത്യ. ഓക്കെ, ഞാനും ഗൗതവും ഇന്ത്യ. നമ്മൾ ഇന്ത്യക്കാർക്കിടയിൽ എന്തിനാ ഈ അതിർത്തി? നമുക്കിത് പൊളിച്ചളയാം. ഗൗതം, എന്താ ഇത്? പോട്ടെ. ഞാൻ എത്ര ബുദ്ധിമുട്ടി സെറ്റ് ചെയ്തതാണെന്നറിയോ? പിന്നെ ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. നാനാത്വത്തിൽ ഏകത്വം വേണം. നമുക്കിടയിൽ വേർതിരിവ് പാടില്ല. എനിക്ക് ഞാൻ കാണിച്ചു മാറങ്ങോട്ടു. ഇങ്ങോട്ട് എടുത്തു വെക്ക. ഇതാ തരില്ല. എന്തായത്? വീണ്ടും നിയന്ത്രണ രേഖയോ? അല്ല, ഇത് ചെക്ക് പോസ്റ്റാ. ചെക്ക് പോസ്റ്റോ? അതെ, രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിൽ ചെക്ക് പോസ്റ്റ് ഉണ്ടാവാലോ, അതാണിത്. ഇവിടെ അന്തർ സംസ്ഥാന ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. വല്ലാത്ത ബുദ്ധി തന്നെ. പക്ഷേ ഫ്ലൈറ്റുകൾക്ക് ചെക്ക് പോസ്റ്റ് ഇല്ലാന്ന് നീ മറന്നു. ഞാനൊരു ഫ്ലൈറ്റ് ആണ്. ചെക്ക് പോസ്റ്റുകൾ ബാധകമല്ല. ശരിയൊക്കെ ഞാൻ ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും നിനക്ക് എന്നെ ജയിക്കാനേ ആവില്ല. ഗൗതമനെ എന്നെക്കാളും ശക്തി കാണും, പക്ഷേ ബുദ്ധി എനിക്ക് കൂടുതൽ. നീ ബുദ്ധി ഉപയോഗിച്ച് എന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാം. നമുക്ക് കാണാം. ശരി, കാണാം. ഉമ്മ വയ്ക്കും ഞാൻ. വിടില്ല നിന്നെ. നീ ഇതുപോലെ പല ബുദ്ധികളും പ്രയോഗിക്കുന്ന എനിക്ക് അറിയാം മോളെ. പക്ഷേ നിന്നെ ഞാനിന്ന് വിടില്ല. അവിടെ കിടക്ക്. സത്യമായിട്ട് അമ്മ വന്നു. ഗൗതം വന്നോട്ടെ. അമ്മയോ പാറുവോ അച്ഛനോ ആര് വേണമെങ്കിലും വന്നോട്ടെ. ഐ ഡോണ്ട് കെയർ. ഈ പൊട്ടന്റെ കാര്യം എന്റെ പൊന്നു ഗൗതം. പൊന്നു ഗൗതം അല്ല, ഗോപിനാഥ് ഗൗതം, ജി ഗൗതം. ദാറ്റ്സ് മൈ നൈസ് നെയിം. ബസ് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. 2 ദിവസം കൂടി കാത്തിരിക്കാൻ നിനക്ക് വയ്യേ? അത് ഞങ്ങൾ ബോർഡർ ചെക്ക് പോസ്റ്റ്. കൂടുതൽ ഉരുളണ്ട. നിധി എന്റെ റൂമിൽ കിടന്നാ മതി. ഗോപിയേട്ടനില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ ഒറ്റയ്ക്ക. താലികെട്ട് കഴിയുന്നത് വരെ ഇവൾ അവിടെ ഉറങ്ങിക്കോളും. ഒരുമാതിരി വില്ലത്തിയാവരുത് കേട്ടോ. ആകും. ഇത്തിരി സ്വാതന്ത്ര്യം തന്നാ അതെങ്ങനെ മുതലെടുക്കാൻ പറ്റുന്ന നിന്റെയൊക്കെ വിചാരം. അതുകൊണ്ട് ഞാൻ ഇത്തിരി സ്ട്രിക്റ്റ് ആയേ പറ്റൂ. വാടി ഇവിടെ. എനിക്ക് ഒറ്റക്കിടക്കാൻ പേടിയാ. ആണോ? എങ്കിൽ ഞാൻ പ്രണവിനെ വിളിച്ച് നിന്റെ കൂടെ കിടത്താം. അയ്യേ, അതെങ്ങനെ ശരിയാവന? പ്രണവിന് എന്റെ മെഡിസിൻസ് ഒന്നും അറിയില്ലല്ലോ. മെഡിസിനോ? എന്തിന്? അസുഖം മാറിയില്ലേ നിന്റെ? എന്നാലും ഞരമ്പിന് ഇപ്പോഴും പ്രശ്നമുണ്ട്. ഇത് ഞരമ്പ് രോഗം തന്നെയാ. താലികെട്ട് കഴിഞ്ഞാലേ മാറൂ. നീ നടക്ക്. എന്നാ ശരി. ഗുഡ് നൈറ്റ് ഗൗതം. രാവിലെ കാണാമേ.